എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടേക്കുന്ന സുരേഷ് ഗോപി സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേലവും വാഴ്ന്നൂരും കമ്മീഷണറും വരച്ചന്ദ്രൻ IPS ഒക്കെയാണ്. അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും പിന്നെ അതുപോലെ തന്നെ നെടുനീളം ഡയലോഗുകളും രോമാഞ്ചം തരുത്തുന്ന രീതിയിലുള്ള ആ ഒരു പ്രസന്റേഷനും ഒക്കെ തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. എന്നെ പോലത്തെ ഈ ഒരു ഭാഗ്യമില്ലാത്ത നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് SJ വൺമാൻ ഷോ ആണ് ഇന്ന് റിലീസ് ആയിട്ടുള്ള ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ എനിക്ക് തീർത്തും ഒരു എബോവ് ആവറേജ് അനുഭവമാണ്. സിനിമയുടെ ടൈറ്റിൽ മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ, വേറെ ലീഗായിരുന്നു. ആ ഒരു ഗ്രാഫിക്സും ടൈറ്റിൽ മ്യൂസിക്കും ഒക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. വലിയ സെക്കൻഡ് ഹാഫിന്റെ തുടക്കം ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കഥയിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സ്പീഡിൽ നല്ല എൻഗേജിംഗ് ആയിട്ടാണ് കഥ പറഞ്ഞു പോകുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ. ക്ലൈമാക്സ് ചെറിയൊരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. വിമർശിക്കണമെങ്കിൽ ആ ഒരു ഫൈറ്റിനെ നമുക്ക് വിമർശിക്കാം. പക്ഷേ എങ്കിലും ഇത്രയും പ്രായം ചെന്നൊരു മനുഷ്യൻ ചെയ്യുന്നൊരു ഫൈറ്റ് ആണെന്നുള്ളൊരു പരിഗണന നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫൈറ്റ് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അനുപമ പരമേശ്വരൻ, പ്രേമത്തിന് ശേഷം ജോമോന്റെ സുവിശേഷത്തിന് ശേഷം അനുപമ പരമേശ്വരനെ മലയാളത്തിലെ ഒരു സിനിമയിൽ കാണുന്നത് ഇപ്പോഴാണ്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിൽ കണ്ടിരുന്നു. അതിനുശേഷം ഒരു മുഴുനീള സിനിമയിൽ ഒരു മുഴുനീള കഥാപാത്രമായിട്ട് അനുപമ പരമേശ്വരനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് അവരുടെ സിനിമയാണ്, ഇത് ജാനകിയുടെ സിനിമയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സിനിമയിൽ ഇത്ര വലിയ വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ചുമ്മാ അതൊരു പ്രൊമോഷണൽ മാർക്കറ്റിംഗ് ടെക്നിക്ക് ആണോ എന്ന് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഈ ഒരു സിനിമ ഒരു നവാഗത സംവിധായകന്റെ ആദ്യ സിനിമ എന്ന നിലയിൽ നമുക്ക് തിയേറ്ററിൽ കാണേണ്ടതും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ആഫ്റ്റർ ഓൾ ഈ ഒരു സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം അത് തികച്ചും ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. തിയേറ്റർ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അഷ്കർ അലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും പഠിച്ചു പറയുന്ന ഒരു നാടക പ്രതീതി ഉണർത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ മാധവ് സുരേഷ് മൂപ്പര് കുറച്ചും കൂടി ശരിയാവാനുണ്ട്. പുള്ളി കുറച്ച് മാസം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. തിയേറ്ററിൽ കുറച്ച് ശരിയൊക്കെ ആയിരുന്നു, കൺവീൻസിംഗ് ആയിട്ട് തോന്നിയില്ല. സിനിമ കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം കമന്റിലൂടെ ചെയ്യുക. ഓക്കെ, ബൈ.